ചേട്ടാ, ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പതിവാതിലെത്തി നിൽക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ആ ഒരു വോട്ട് ചോറിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു യാത്ര വൻ മുന്നേറ്റമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കോൺഗ്രസിന് വലിയ പ്രസക്തി ഉണ്ടോ? കാരണം പ്രാദേശിക പാർട്ടികൾക്കാണ് പ്രസക്തി ഉള്ളത്. തേജസ്വി യാദവിന്റെയും അതോടൊപ്പം തന്നെ നിതീഷ് കുമാറിനുമാണ് ഏറെ പ്രസക്തി ഉള്ളത്. അതിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമോ? ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്നാൽ കൂടി ഒരു കാലത്ത് BJP അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്നു ബീഹാർ. നേരത്തെയുള്ള പിന്നീട് സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ കടന്നുവരവ് പ്രാദേശിക പാർട്ടികളാണല്ലോ ശക്തമായത്. ബീഹാറിനകത്ത് കോൺഗ്രസിന് വലിയ വെല്ലുവിളി സൃഷ്ടിച്ചു എന്നതിൽ തർക്കമില്ല. നിലവിൽ അവിടെ ജനതാദൾ യുണൈറ്റഡ് BJP സഖ്യമാണ് ഭരിക്കുന്നത്. മറുഭാഗത്ത് മറ്റൊരു പ്രബല സോഷ്യലിസ്റ്റ് സംഘടനയായ ലാലു പ്രസാദ് യാദവിന്റെ RJD കോൺഗ്രസിനൊപ്പം ഇന്ത്യ മുന്നണിയിലുണ്ട്. അവിടെ രാഹുൽ ഗാന്ധി പൊടുന്നനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന ഒരു ഇടുത്തിയാണ് വ്യാജ വോട്ട് ആരോപണം. ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ 1.25 മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനം. ആ വാർത്താ സമ്മേളനത്തിന് ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ SIR 2003 നടപ്പാക്കിയത് മൻമോഹൻ സിംഗിന്റെ അതിന്റെ ആ വാർത്താ സമ്മേളനത്തിന് ശേഷം രാഹുൽ ഗാന്ധി വലിയൊരു ഉത്തരവാദിത്വം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അദ്ദേഹം ഏറ്റെടുത്തു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെയുള്ള രാഹുൽ ആയിരുന്നില്ല, അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാരത് ജോഡോ യാത്ര 2 യാത്രകൾ നടത്തി അദ്ദേഹം വലിയ വിജയപ്രതീക്ഷയിലായിരുന്നെങ്കിലും കോൺഗ്രസിന് അദ്ദേഹം പ്രതീക്ഷിച്ച രൂപത്തിലുള്ള പ്രകടനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എന്നതിന്റെ ഒരു ആലസ്യം രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് ചില സമയങ്ങളിൽ പ്രകടമായിരുന്നു. എന്നാൽ ഈ വ്യാജ വോട്ട് ആരോപണം പുറത്തു വന്നതിന് ശേഷം രാഹുൽ ആകെ മാറിയിരിക്കുന്നു. ബീഹാറിലേക്ക് അദ്ദേഹം കടന്നു ചെല്ലുകയാണ്. ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നവംബർ മാസത്തോടുകൂടി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നവംബറിലെ ബീഹാർ നിയമസഭാ ഇലക്ഷൻ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഈ പ്രാദേശിക പാർട്ടികളെ മറികടക്കാൻ കോൺഗ്രസിനെ കൊണ്ടാവുമോ? നിലവിലെ സാഹചര്യത്തിൽ RJDക്കൊപ്പം തന്നെയായിരിക്കും കോൺഗ്രസ് ഒരു തർക്കവുമില്ല. RJDയുടെ ഒരു ആധിപത്യമാണല്ലോ. പക്ഷെ RJD ഇപ്പൊ തെരഞ്ഞെടുപ്പ് റാലികളിൽ പോലും കോൺഗ്രസിന്റെ, അതായത് നവംബർ മാസത്തെ തെരഞ്ഞെടുപ്പ് മാത്രമല്ല കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. വിദൂര ഭാവിയിൽ അവിടെ കോൺഗ്രസിനെ തനിച്ച് മത്സരിക്കുക, കോൺഗ്രസിനെ തനിച്ച് അധികാരത്തിലെത്തുക എന്നൊരു ലക്ഷ്യം കൂടി രാഹുൽ ഗാന്ധിയുടെ എതിർപിന്നിൽ. കാരണം RJD പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ലാലു പ്രസാദ് യാദവിന്റെ മരണശേഷം RJD ഏത് തരത്തിലാകുമെന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. കാരണം നിലവിൽ ലാലു പ്രസാദ് യാദവ് തന്നെയാണ് RJD നയിക്കുന്നത്. തേജസ്വി യാദവാണ് സാങ്കേതികമായി ആ പാർട്ടിയുടെ തലപ്പത്തിലുള്ളതെങ്കിലും ലാലു പ്രസാദ് യാദവ് റാബ്രി ദേവിയും തന്നെയാണ് പാർട്ടിയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അവർ കോൺഗ്രസിനെ ഒരു സൈഡ് ലൈൻ ചെയ്തിരിക്കുകയാണ്. ഒരു വലിയ തോതിലുള്ള അതായത് ഞാൻ പറയില്ലേ, രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം ബീഹാറിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ഭാവിയിൽ ബീഹാറിൽ RJDയെ പോലും മറികടന്നുകൊണ്ട് അവിടെ മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയണം. ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് RJDക്കൊപ്പം തന്നെ ഇപ്പോൾ അവിടെ വോട്ടർ അധികാർ യാത്രയുമായി കടന്നു വരുന്നത്. ഈ വോട്ടർ അധികാർ യാത്ര എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ബീഹാറിലെ നേതാക്കന്മാർ മാത്രമല്ല ഈ യാത്രയിൽ പങ്കെടുക്കുന്നത്. ബീഹാറിലെ കോൺഗ്രസിന്റെ സ്റ്റാർ ക്യാമ്പയിനർമാരിൽ ഒരാൾ കനയ്യകുമാറാണ്, മുൻ JNU ചെയർമാൻ. ആ കനയ്യകുമാർ അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർ, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിയുണ്ട്, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അവിടേക്ക് കടന്നു വരുന്നു. തൊട്ടടുത്ത് മുൻ RSSകാരനല്ല, മുൻ BJPക്കാരനായ, അതിനുശേഷം അദ്ദേഹം തെലുങ്കുദേശം പാർട്ടിയിലും പോയിട്ടുണ്ട്. അതും മറച്ചു വെക്കുന്നത്. രേവന്ത് റെഡ്ഡി കടന്നു വരുന്നു. സിദ്ധരാമയ്യ പോകുന്നു. രാജ്യത്ത് തന്നെ കോൺഗ്രസിന്റെ ഷാർപ്പ് ഷൂട്ടർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന DK ശിവകുമാർ അവിടേക്ക് പോവുകയാണ്. പ്രിയങ്ക ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ മുന്നേറ്റം കോൺഗ്രസിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ ഇതൊരു പരാജയമാണെന്ന് സമ്മതിക്കേണ്ടി വരില്ലേ? തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ. കോൺഗ്രസിന്റെ മുന്നേറ്റമായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാൻ കഴിയും. RJDയുടെ ഒരു വലിയൊരു അല്ലമായിട്ടുള്ള RJDയുടെ കീഴിൽ കോൺഗ്രസ് അങ്ങനെ നോക്കുകയാണെങ്കിൽ പല സംസ്ഥാനങ്ങളിലും BJPയുടെ നില എന്താണ്? പലയിടത്തും ഘടകകക്ഷികളെ കൊണ്ടാണ് BJP. അതായത് ഞാൻ പറഞ്ഞില്ലേ, കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക്, കോൺഗ്രസിന് കൃത്യമായി എല്ലാ ബൂത്തുകളിലും വോട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. അവിടെ വോട്ടർ അധികാർ യാത്രയുമായി രാഹുൽ കടന്നു വരുമ്പോൾ നേരത്തെ നമ്മൾ മനസ്സിലാക്കണം, മുഴുവൻ ആളുകളും രാഹുൽ ഗാന്ധി ട്വിറ്ററിൽ അല്ല ഇൻസ്റ്റഗ്രാമിൽ BJPയെ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രൊഫൈല് 1ാം സ്ഥാനത്തെത്തുകയാണ്. ഈ വ്യാജ വോട്ട് ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ്. അതായത് രാജ്യത്തെ യുവാക്കൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ആണ് ഇൻസ്റ്റഗ്രാം. അവിടെ കോൺഗ്രസിന്റെ ജലസമ്മതി ഏറി വരികയാണ്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ FB ഫോളോവേഴ്സ് ഉള്ളത് നമ്മുടെ BJP സംസ്ഥാന രാഹുൽ BJP സംസ്ഥാന ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അദ്ദേഹം മുൻ കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം കർണാടകയിൽ നിന്നുള്ള രാജ്യസഭ MP ആണ്. അദ്ദേഹത്തിന് അത്തരത്തിൽ അതല്ല രാജ്യസഭ MP. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അവിടെ മക്കാന കർഷകർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് മക്കാന കർഷകരുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അദ്ദേഹം പഠിച്ച് അത് ജനങ്ങളിലെത്തിക്കുകയാണ്. കർഷകരുടെ, കർഷക തൊഴിലാളികളുടെ ഫ്ലാറ്റുമായി ബന്ധപ്പെട്ടുള്ള റോബോട്ട് ഭദ്രയുടെ അഴിമതി നിലനിൽക്കുകയാണ്. ആ അഴിമതി ഇപ്പൊ കേന്ദ്രം ഭരിക്കുന്ന BJP അല്ലേ? അദ്ദേഹത്തിന് അഴിമതി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ജയിലിലടക്കട്ടെ.
അവിടെ കർഷകർക്കിടയിലേക്ക്, കർഷക തൊഴിലാളികൾക്കിടയിലേക്ക്, വിദ്യാർത്ഥികൾക്കിടയിലേക്ക്, യുവജനങ്ങൾക്കിടയിലേക്ക്, ബീഹാറിലെ റിക്ഷ തൊഴിലാളികൾക്കിടയിലേക്ക്, ബീഹാറിലെ സാധാരണക്കാരായ ചുമട്ട് തൊഴിലാളികളിലേക്ക്, ചായക്കടക്കാർക്കിടയിലേക്ക്, മുഴുവൻ ആളുകളെയും സമൂഹത്തിലെ ചേർത്ത് പിടിക്കേണ്ട ആളുകളെ ചേർത്ത് പിടിച്ച് രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയുടെ സമാനമായ സ്ഥിതി 44-ൽ നിന്ന് കോൺഗ്രസിന് 100-ലേക്ക് എത്താൻ കഴിയും. ജോഡോ എഫക്ട് തന്നെയാണ് അക്കാര്യത്തിൽ ഒരു തർക്കവും. അത് ഇന്ത്യ സഖ്യത്തിന്റെ കൂട്ടായ പ്രവർത്തനം കൊണ്ടല്ലേ, കൂട്ടായ പ്രവർത്തനം കൊണ്ടല്ലേ ബി.ജെ.പി അധികാരത്തിൽ കേന്ദ്രം ഭരിച്ചു. അല്ലെ, എന്നാലും ബി.ജെ.പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണല്ലോ, അല്ലാന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. ഏറ്റവും വലിയ ഒറ്റകക്ഷി ബി.ജെ.പി ആണ്. ഏറ്റവും വലിയ ഒറ്റകക്ഷി കോൺഗ്രസ് അല്ലേ? പപ്പു യാദവിനെ പോലെ ആളുകളെ കോൺഗ്രസ് ബീഹാറിലെ ചേർത്ത് പിടിക്കാൻ. പപ്പു യാദവിന് കൃത്യമായ സ്വാധീനമുള്ള പ്രദേശമുണ്ട്. ഇത്തരത്തിൽ മുഴുവൻ ആളുകളെയും ചേർത്ത് പിടിച്ച് കോൺഗ്രസ് അതിന്റെ ചരിത്രത്തിലെ ഒരു തിരിച്ചുവരവിന് ഫിനിക്സ് പക്ഷിയെ പോലെ തിരിച്ചുവരാൻ തയ്യാറെടുപ്പ്. നേരത്തെ അടിയന്തരാവസ്ഥയ്ക്ക് തുടർന്നുള്ള തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞ കോൺഗ്രസിനെ തിരിച്ചുവരവിന്റെ കാഹളമോദിയ സംസ്ഥാനം. അവിടെ ഇന്ദിരാഗാന്ധി കുതിരപ്പുറത്തും ജീപ്പിലും നടത്തിയ യാത്രയുണ്ട്. ദളിത് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് ചുട്ടുകൊലപ്പെടുത്തിയ പ്രദേശത്തേക്ക് ഒരു പോരാളിയെ പോലെ കടന്നു ചെന്ന് ഇന്ദിരാഗാന്ധിയായിരുന്നു. അവിടെയാണ് കോൺഗ്രസ് ഒരു തിരിച്ചുവരവിന്റെ തുടക്കം കുറിച്ച. ബീഹാറിൽ നിന്നാണെങ്കിൽ സമാനമായി രാഹുൽ ഗാന്ധി. അല്ല, പല സംസ്ഥാനങ്ങളും പ്രാദേശിക പാർട്ടികളെ ബി.ജെ.പി മലർത്തിയടിച്ചിട്ടില്ലേ? നമുക്കറിയാം, ഇപ്പോ ഒറീസയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നവീൻ പട്നായിക്കിന്റെ ബി.ജെ.പി മലർത്തിയടിച്ചില്ലേ? ബിജു ജനതാദൾ അവിടെ ബി.ജെ.പി ചെയ്ത ബിജു ജനതാദളിന്റെ കൂടെ നിന്ന് കുതികാൽ വെട്ടി കാലിവാരിയ ചരിത്രമാണ് ബി.ജെ.പിക്കുള്ള. പക്ഷെ അത് കോൺഗ്രസ് ഇല്ല. ജാർഖണ്ഡിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയില്ലേ? രണ്ടാമത്തെ ഒറ്റകക്ഷി ഭരിക്കാനാവില്ലല്ലോ. അവിടെ ഞാൻ പറഞ്ഞോട്ടെ, ബീഹാറിൽ അടക്കമുള്ള കാശ്മീരിൽ പോലും രണ്ടാമത്തെ ഏറ്റവും വലിയ എന്റെ പൊന്നു സുഹൃത്തെ, അവിടെ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് മത്സരിച്ചോണ്ടല്ലേ. മഹാരാഷ്ട്രയിൽ പോലും ഈ പറയുന്ന ശിവസേനയെ കവച്ചു വെക്കുന്ന ഒരു പ്രകടനമല്ലേ ബി.ജെ.പി ചേർത്ത് നിന്ന ആളുകളെ വെട്ടിയും കാലുവാരിയുമാണെങ്കിൽ കോൺഗ്രസ് ചേർത്ത് കൂടെ നിൽക്കുന്നവനെ ചേർത്ത് നിർത്തിയതാണ് കോൺഗ്രസിന്റെ പാരമ്പര്യം. അത് കേരളത്തിൽ അടക്കം നമുക്ക് കാണാൻ കഴിയും. എല്ലാവരെയും ചേർത്ത് നിർത്തി സംഘപരിവാറിനെതിരായ ജനാധിപത്യം സംരക്ഷിക്കാൻ, മതേതരത്വം സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പോരാട്ടത്തിനകത്ത് അന്തിമ വിജയം, ധർമ്മയുദ്ധത്തിൽ അന്തിമ വിജയം കോൺഗ്രസിനോടൊപ്പമായിരിക്കും. ഞാൻ മഹാഭാരതത്തിൽ കൃഷ്ണൻ തേര് തെളിച്ചതുപോലെ, ശ്രീരാമൻ വെല്ലുകുലച്ചതുപോലെ, രാഹുൽ ഗാന്ധിയും RJD-യും സമാജ്വാദി പാർട്ടിയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഒരുമിച്ച് നിന്ന് ധർമ്മയുദ്ധത്തിൽ, കുരുക്ഷേത്ര യുദ്ധത്തിൽ ജയിച്ചതുപോലെ ധർമ്മത്തിന്റെ ഭാഗത്തായിരിക്കും നീതി ന്യായവും. അധർമ്മത്തെ ധർമ്മം പരാജയപ്പെടുത്തും. അവിടെ അന്തിമ വിജയം രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനുമായിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യയുടെ ഇന്ദ്രപ്രസ്ഥത്തിനകത്ത് അധികാര കസേരയിലേക്ക് രാഹുൽ ഗാന്ധി കടന്നു വരും. ഇന്ത്യയുടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനാധിപത്യവും മതേതരത്വവും തിരികെ പിടിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ തിരികെ പിടിച്ച് അതിനുള്ള ജൈത്രയാത്ര, ഒരു കാഹളം മുഴക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധി ബീഹാറിൽ ആരംഭിച്ചിരിക്കുന്നു. എന്തായാലും കോൺഗ്രസിന്റെ കൈകളിൽ ഇന്ത്യ സുരക്ഷിതമായിരിക്കും. കാരണം 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ നെഹ്റു രാജ്യത്തോട് വിളിച്ചു പറഞ്ഞതാണ്, നാം സ്വതന്ത്രരായിരിക്കുന്നു. ഒന്നൊരു മൊട്ടുസൂചി പോലും ഉണ്ടാക്കാൻ കഴിയാത്ത ഇന്ത്യയെ കാളവണ്ടി യുഗത്തിൽ നിന്ന് കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് കൈപിടിച്ചരയിച്ച് ഇന്ത്യയെ ലോകരാജ്യങ്ങളുടെ നെറുകയിലേക്ക് കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. പൊക്രാനിലെ അണുവിക്ഷേപം, പൊക്രാനിലെ ആണവ പരീക്ഷണം മുതൽ ധവള വിപ്ലവം, ഹരിത വിപ്ലവം മുതൽ ഒരുപാട് വിപ്ലവം, ബക്രാനങ്കൽ അണക്കെട്ട് നിർമ്മിച്ച് ഇന്ത്യയിലെ കാർഷിക സമൃദ്ധിയിലേക്ക് കൈപിടിച്ചനയിച്ചു. ആസിയാൻ കരാറ്, ആണവ കരാറ്, നിരവധിയായ കരാറുകൾ ഒപ്പുവെച്ചു. ഇന്ത്യ രാജ്യത്തെ ഇന്ന് കാണുന്ന ഇന്ത്യയാക്കിയ കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരും. അതിന്റെ കാഹളം മുഴങ്ങുന്ന ആ തിരിച്ചുവരവിന്റെ തുടക്കം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും. അത് ജനതാദൾ യുണൈറ്റഡിനെയും ബി.ജെ.പിയും പരാജയപ്പെടുത്തി കോൺഗ്രസും RJD-യും അവിടെ അധികാരത്തിൽ വരും. കോൺഗ്രസ് മികച്ച മുന്നേറ്റം സൃഷ്ടിക്കും. ഭാവിയിൽ കോൺഗ്രസ് ബീഹാർ ഭരിക്കും. ബീഹാർ മാത്രമല്ല, അതിനുശേഷം നടക്കുന്ന മുഴുവൻ തെരഞ്ഞെടുപ്പിലും ബി.ജെ.പിക്ക് പരാജയം രുചിക്കും. അവിടെ ബീഹാറിൽ നിന്ന് തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന്റെ തുടക്കം കോൺഗ്രസ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതോടുകൂടി രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസ് തിരിച്ചു വരേണ്ട ശക്തമായ സൂചനയായിരിക്കും ബീഹാറിൽ കാണാൻ പോകുന്നത്. അല്ല, ഒരുപക്ഷെ ബീഹാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഫലം മറച്ചാണെന്നുണ്ടെങ്കിൽ താങ്കൾ ഈ പറഞ്ഞതെല്ലാം മാറ്റി പറയുന്നത് പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ തിരിച്ചു വരുന്നതാണ് കോൺഗ്രസിന്റെ ചരിത്രം. ആ ചരിത്രം ആവർത്തിക്കപ്പെടും. സംഘപരിവാറിനെതിരായ പോരാട്ടം, തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടാലും തോറ്റാലും, 1000 തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടാലും സംഘപരിവാറിനെതിരായ പോരാട്ടം രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ കൂടെ കോൺഗ്രസ് ഉണ്ടാവും. ഒരിക്കലും അങ്ങനെ തിരിച്ചു വന്ന ചരിത്രം കോൺഗ്രസിനുണ്ടോ? തമിഴ്നാട് തിരിച്ചു വന്നിട്ടുണ്ടോ? ബംഗാൾ തിരിച്ചു വന്നിട്ടുണ്ടോ? ഈ പറയുന്ന ഒറീസ പോലുള്ള സംസ്ഥാനങ്ങൾ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഭരണത്തിൽ നിന്ന് പതിറ്റാണ്ടുകളായി പുറത്തു വെക്കുന്ന ഗുജറാത്തിൽ കോൺഗ്രസിന്റെ വോട്ട് ഷെയർ പരിശോധിക്കണം. മധ്യപ്രദേശിൽ കോൺഗ്രസിന്റെ വോട്ട് ഷെയർ പരിശോധിക്കണം. പ്രാദേശിക പാർട്ടികളല്ലല്ലോ പ്രാദേശിക പാർട്ടികളെ പരാജയപ്പെടുത്തും.
ബിജെപിയും കോൺഗ്രസും നേർക്കുനേരെ ഏറ്റുമുട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം ഒന്നുകിൽ കോൺഗ്രസ് പ്രതിപക്ഷത്തെ ശക്തമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഭരണപക്ഷത്തെ തിരിച്ച് മധ്യപ്രദേശിൽ കണ്ടതാണ്, രാജസ്ഥാനിൽ കണ്ടതാണ്. ഇത്തരത്തിൽ പല ഇടങ്ങളിലും ഈ പ്രദേശങ്ങളിലെല്ലാം ഭൂരിപക്ഷം വരുന്ന എംഎൽഎമാരെയും എംപിമാരെയും സപ്ലൈ ചെയ്യുന്നത് ഇതേ കോൺഗ്രസ് തന്നെയല്ലേ? അത് ബിജെപിയുടെ പണം കൊണ്ടും അധികാരം കൊണ്ടും ദേശീയ ഏജൻസികളെ കൂട്ടുപിടിച്ചു, ദേശീയ അന്വേഷണ ഏജൻസികളെ കൂട്ടുപിടിച്ച് ഭീഷണിപ്പെടുത്തി അധികാരത്തിലെത്തുന്ന കുതിരക്കച്ചവടത്തിലൂടെ അധികാരത്തിലെത്തുന്ന ജനാധിപത്യത്തിന്റെ എല്ലാ സൗന്ദര്യത്തെയും ബിജെപി കാറ്റിൽ പറത്തുകയാണ്. ഞാൻ പറഞ്ഞു വെച്ചെടുത്ത് വീണ്ടും തുടങ്ങുന്നു. വോട്ടറധികാർ യാത്രയുമായി രാഹുൽ ഗാന്ധി കടന്നു വരുമ്പോൾ ഒരു സംശയവും വേണ്ട, ബീഹാറിൽ നിന്ന് കോൺഗ്രസിന്റെ തിരിച്ചുവരവിന്റെ കാഹളം മുഴങ്ങാൻ പോവുകയാണ്.